ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഗുരുവായൂർ ഏകാദശിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകാദശി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുളസി വെള്ളം കുടിക്കാൻ പോകാൻ തുളസി പൊട്ടിച്ച് വന്നു കേട്ടോ. പിന്നെ ചന്ദനമൊക്കെ അരക്കിയായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും കേട്ടോ, എനിക്ക് ഒട്ടുമിക്ക പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാ കൊല്ലവും നമ്മുടെ ഏകാദശി എടുക്കാറുണ്ട്. ഉണ്ണിക്കുട്ടനായതിനു ശേഷം ഒരു 2-3 കൊല്ലത്തോളം വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ച് 3 പ്രാവശ്യം തുളസി വെള്ളം കുടിച്ചിട്ട് ഏകാദശി തുടങ്ങി കേട്ടോ ഏകാദശി. പിന്നെ ഉണ്ണീനെ സ്കൂളിലൊക്കെ ആക്കിയതിന് ശേഷം ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തേക്ക് വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള പാർത്ഥസാരഥി അമ്പലത്തിൽ വന്ന് തൊഴുതു കേട്ടോ. പിന്നെ അമ്മയുടെ സത്സംഗ കമ്മിറ്റിയിലത്തെ ആൾക്കാരുടെ വായനയും കാര്യങ്ങളാണ് പിന്നെ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നേരെ 2 അമ്പലത്തിൽ കൂടി പോകാൻ കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് ഇവിടെ ഉള്ള ഒരു ഗാർഡനാട്ടോ. കുറേ തുളസിയും പൂകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വിശേഷമുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീനെ ഒന്ന് ഇങ്ങനെ കുറി തൊട്ട് കൊടുക്കും കേട്ടോ. അത് എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ്. എന്നാൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയി വന്ന് നേരെ ഞാൻ നമ്മുടെ മാത്തൂർ മനക്കിലാണ് കേട്ടോ വന്നത്. ഒരു മനയുടെ ഉള്ളിലൊരു അമ്പലമാണ്. അപ്പം ഞാൻ അവിടെ വന്ന് തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് നേരെ ഞാനിനി പോകുന്നത് കോഴിക്കുന്ന് അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇതൊരു ഗുരുവായൂർ അമ്പലം തന്നെയാണ് കേട്ടോ. ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന അതേ ഒരു പ്രതീതി തന്നെ കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഏകാദശിക്ക് വരണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് വരാനും പറ്റി കേട്ടോ. കാരണം ഗുരുവായൂർ അമ്പലത്തേക്ക് എന്തായാലും നമ്മളെ കൊണ്ട് എത്തില്ല. കാരണം നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ പിന്നെ അവിടെ തിരക്കുവാണ്. എന്തായാലും ഞാൻ കോഴിക്കുന്ന് അമ്പലത്തിൽ വന്ന് തൊഴുത് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. ഭയങ്കര ഒരു എന്തോ സന്തോഷമായി വന്ന് തൊഴാൻ പറ്റിയാലും കണ്ണനെ കാണാൻ പറ്റിയില്ല. ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ ഈ അമ്പലത്തിൽ. പിന്നെ ഇവിടെ കുറേ അമ്മമാർ വായിക്കാനൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊഴുത് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകത ഒരു സംഭവം കാണിച്ചു തരാം. ഗുരുവായൂരിലെ കുളത്തിലെ പോലെ തന്നെ സെയിം ആയിട്ട് അത്ര വലിയ കുളം അല്ലെങ്കിലും ഒരു ചെറിയ കുളത്തിൻ്റെ നടുക്കിൽ നമ്മുടെ കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും കാണാത്തവർക്ക് കാണിച്ചു തന്നാണ്. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്, ഗോതമ്പിൻ്റെ സദ്യയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ക്യൂവിലൊക്കെ നിന്നു. അധികം തിരക്കുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നത് ഒരു 1 മണിയൊക്കെ ആവണം നേരത്താട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു തിരക്കന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഗുരുവായൂർ അമ്പലത്തെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തെ പോലെ തന്നെയാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഭക്ഷണം വിളമ്പുന്ന രീതിയും അങ്ങനെ തന്നെ ഉന്തിക്കൊണ്ടുവന്ന ട്രോളിയും കാര്യങ്ങളും. പിന്നെ ഇന്നത്തെ ഭക്ഷണം ഉണ്ടായിരുന്നത് ഗോതമ്പിൻ്റെ ചോറും മോരുകറിയും പിന്നെ പുഴുക്കൊക്കെ ആയിരുന്നു. പിന്നെ ഗോതമ്പിൻ്റെ ഒരു അടിപൊളി പായസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ പാർത്ഥസാരഥി അമ്പലത്തിലാണ് കേട്ടോ. ഇവിടെ വായന കഴിഞ്ഞിട്ട് അതിന് പ്രസാദം തരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനവിടെ നിന്ന് എനിക്കും പ്രസാദമൊക്കെ കിട്ടി. ഞാൻ തൊഴുത് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു പഴമൊക്കെ അവിടെ നിന്ന് ആൻറ്റി തന്നിട്ട് വസന്ത ആൻറ്റി നമുക്കൊരു തീർത്തൊക്കെ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. ഏകാദശിയായിട്ട് ഇവിടുത്തെ ഭക്ഷണം ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കാൻ നിന്നില്ല. ഞാൻ കഴിച്ചിട്ട് വന്നുകൊണ്ട് പിന്നെ എല്ലാവരും കഴിക്കുന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. എല്ലാവർക്കും ബൈ.